ഇനി താമരശ്ശേരിയിലേക്ക് പോയാൽ അവിടെ വീണ്ടും ഗതാഗത കുരുക്കുണ്ട്. താമരശ്ശേരി ചുരത്തിൽ നമ്മൾ മിക്കപ്പോഴും ഗതാഗത കുരുക്ക് വാർത്തകൾ വരാറുള്ളതാണ്. ഇന്നും സമാനമായ രീതിയിൽ ഗതാഗത കുരുക്കുണ്ട്. 8-ാം വളവിലാണ് ചരക്ക് ലോറി തകരാറായതിനോടുകൂടി ഗതാഗത കുരുക്ക് ഉണ്ടായത്. പുലർച്ചെ കേടായ ലോറി ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഭാഗികമായാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. സരീഷ് പി കെ ഈ വാർത്തയുടെ കൂടെ വിശദാംശങ്ങൾ നമുക്ക് നൽകും. സരീഷ്, ഈ താമരശ്ശേരി ചുരത്തിൽ ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ വാഹനങ്ങൾ അവിടെ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നതും പിന്നീട് വമ്പൻ ഗതാഗത കുരുക്കുണ്ടാകുന്നതും ഒക്കെ. ഇപ്പം വാഹനം മാറ്റാനുള്ള നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താ അവസ്ഥ? നിലവിൽ വലിയ ബ്ലോക്ക് ഇപ്പോഴും ഈ ചുരത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 8-ാം വളവാണ്. ഒരു വലിയ ബെൻഡ് എന്ന രീതിയിലാണ് 8-ാം വളവുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ചരക്ക് ലോറി നീക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ ചരക്ക് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റിയതിന് ശേഷം മാത്രമായിരിക്കും അവിടെ നിന്ന് ഈ വണ്ടി നീക്കാനാവുക. കാരണം അവിടെ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് കെട്ടിവലിക്കുക എന്ന് പറയുമ്പോൾ മറ്റു വാഹനങ്ങൾ ഇതിന് മുന്നിലും പിന്നിലുമായി നിരവധി വാഹനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഏതാണ്ട് ഇന്നലെ പുലർച്ചയ്ക്ക് തുടങ്ങി അല്ലെങ്കിൽ ഇന്നലെ പുലർച്ചയ്ക്ക് തുടങ്ങിയ ആ ഗതാഗത കുരുക്ക് ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾ ഇപ്പോഴും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാഹനം ഇതേ സമാനമായ മറ്റൊരു ലോറി ഇങ്ങോട്ടേക്ക് എത്തിച്ച് അവിടെ നിന്നും ഈ സാധനങ്ങൾ മുഴുവൻ ഈ ചരക്ക് ലോറിയിലേക്ക് നീക്കിയതിനു ശേഷം മാത്രമേ അവിടെ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് ഈ നിലവിൽ തകരാറിലായ ലോറി നീക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു പക്ഷേ മണിക്കൂറുകളോളം എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ വളണ്ടിയർമാരും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും ഗതാഗതം ഒരു വഴിയിലൂടെ മാത്രം തിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഏതാണ്ട് 8-ാം വളവിൽ മാത്രം 40 മുതൽ 1 മണിക്കൂർ വരെ ഈ ബ്ലോക്കിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ അവസ്ഥയിൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു ലോറി സമാനമായി കൊടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അതിനിടയിലാണ് ഈ മഴ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ട്. എന്തായാലും നിലവിൽ ഈ ലോറി മാറ്റാനുള്ള ശ്രമം ലോറി മാറ്റാനുള്ള നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.